നീറ്റ് റിസൾട്ട്സ് സെൻറ്റർ വൈസ് പബ്ലിഷ് ചെയ്തപ്പം കിട്ടിയിട്ടുള്ള കുറച്ച് ഡേറ്റ പറഞ്ഞു തരട്ടെ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് രാജസ്ഥാനിലെ സിക്കാർ എന്ന് പറയുന്ന ടൗണിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ റിസൾട്ട് വന്നിട്ടുള്ളത്. കാരണം അവിടെ 50-ലധികം കോച്ചിങ് സെൻറ്റേഴ്സ് ഉള്ള ഒരു കോച്ചിങ് ഹബ്ബാണ് എന്നുള്ളതാണ്. ആൻഡ് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഗുജറാത്തിലെ രാജ്കോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തുള്ള ഒരു ഒറ്റ സെൻറ്ററിൽ മാത്രം 700 പേര് എക്സാം എഴുതിയതിൽ 12 പേർക്ക് 700-ന് മുകളിലും 650-ന് മുകളിൽ മാർക്ക് മേടിച്ച് 115 പേരും ഉണ്ട് എന്നുള്ളതാണ്. ആ സെൻറ്ററിൽ തന്നെ 600-ന് മുകളിൽ 259 ആളും 550-ന് മുകളിൽ 403 ആളും ആ ഒരൊറ്റ സെൻറ്ററിൽ നിന്നുള്ളതാണ്. ഏറ്റവും ബെറ്റർ പെർഫോമിംഗ് ആയിട്ടുള്ള സെൻറ്ററുകളിൽ 60-ൽ 43 സിക്കാറിലായിട്ടും ഗുജറാത്തിലെ ഒരൊറ്റ സെൻറ്ററിൽ നിന്ന് മാത്രം ഇത്രയധികം വലിയ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അത് സ്റ്റാറ്റിസ്റ്റിക്കലി ഡിഫർ ചെയ്ത് നിൽക്കുന്ന ഒരു സാധനമായിട്ടാണ് കാണുന്നത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്ന കാര്യം, ഗ്രേസ് മാർക്ക് കൊടുത്തിരുന്ന സെൻറ്റർ ഉണ്ടായിരുന്നു, ഹരിയാനയിലെ സെൻറ്റർ. ആ സെൻറ്ററിലെ റിസൾട്ട് നല്ല വട്ട ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ ഗ്രേസ് മാർക്ക് കൊടുത്തത് തെറ്റായിരുന്നു എന്നുള്ള കാര്യം അവിടെ നിന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണുള്ളത്. ഈ ഒരു കാര്യങ്ങളൊക്കെ അടിസ്ഥാനമാക്കി നമ്മുടെ സുപ്രീം കോടതിയിൽ നാളെ കേൾക്കാൻ വേണ്ടി പോകുന്ന വാദഗതികളിൽ കാര്യമായിട്ടുള്ള ഡേറ്റ അനാലിസിസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കേൾക്കേണ്ടി വരും. അതനുസരിച്ചിട്ട് സുപ്രീം കോടതി എന്ത് വിധിക്കും എന്നുള്ള കാര്യം കാണാം.